വിശദമായ വാർത്തകളിലേക്ക്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ കേരളത്തിലും വ്യാപക പ്രതിഷേധം. കണ്ണൂരിൽ CPIMന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചു. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും അമൽനാഥ് ചേരുന്നു. അമൽ, രാജ്യവ്യാപകമായി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ CPIMന്റെ നേതൃത്വത്തിലാണ് പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ കണ്ണൂരിൽ LDFന്റെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടന്നു. MV ഗോവിന്ദന്റെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം നടന്നത്. TV രാജേഷിനെയും PK ശ്രീമതിയെയും പോലുള്ള ജില്ലയിലെ പ്രധാന നേതാക്കൾ ഈ പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമാവുകയും ചെയ്തിരുന്നു. ജനാധിപത്യം സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നത്. ഏകദേശം 200-ന് മുകളിൽ പ്രവർത്തകരായിരുന്നു ഈ പ്രകടനത്തിന്റെ ഭാഗമായത്. ഒപ്പം തന്നെ മോദിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. LDFന്റെ വിവിധ ഘടകകക്ഷി നേതാക്കളും ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും DYFയുടെയും LDFന്റെയും ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ തന്നെ കാണുവാൻ വേണ്ടി സാധിച്ചിരുന്നു. അതേസമയം ഹിന്ദുത്വ ഫാസിസത്തിലേക്കുള്ള നീക്കമാണ് നിലവിൽ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന വലിയൊരു ആരോപണം ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി MV ഗോവിന്ദൻ ആരോപിക്കുകയും ചെയ്തു. ഇന്ത്യൻ ജനത ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യും. ഒപ്പം ഇന്ത്യൻ സഖ്യം രാജ്യത്തെ പ്രതിരോധം തീർക്കുമ്പോൾ LDFന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ കേരളത്തിൽ ഉണ്ടാകും എന്ന ഒരു ആഹ്വാനം കൂടി നിലവിൽ MV ഗോവിന്ദൻ ഈ ഒരു പ്രതിഷേധ പ്രകടനത്തിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. വ്യക്തമാണ്.